കൈ കൊണ്ട് ഇതാണ് 10 വിരലുള്ള മെഷീൻ. നെറ്റ് കളയണം, അല്ലേ ചിലപ്പോ പൊട്ടും. അങ്ങനെ നമ്മൾ ബ്രെഡ് ഉപ്പുമാവിലേക്ക് കടക്കുന്നു. കാണാൻ നമസ്കാരം, എല്ലാവർക്കും ദേവിചന്ദ്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു മനോഹരമായിട്ടുള്ള 2024 ആകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എൻറ്റയർ ക്രൂ നമ്മുടെ ഈ വ്ളോഗിങ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വിജയകരമായ 3 വർഷം തികയ്ക്കും. നമുക്ക് ഈ വർഷം നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യാൻ സാധിക്കട്ടെ. നല്ല വെളിയിൽ, വീട്ടിന് വെളിയിൽ പോയിട്ട് കുറെ കണ്ടന്റുകൾ ഇനിയും ചെയ്യണം. അതിന് നമ്മൾ പ്രോഗ്രാമിന്റെ സീസൺ കഴിഞ്ഞാലല്ലേ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ പ്രോഗ്രാം കൈനിറയെ പ്രോഗ്രാം കിട്ടട്ടെ എന്നും നിങ്ങളും പ്രാർത്ഥിക്കുക. നല്ല കണ്ടന്റുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണേ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. ഞങ്ങൾ ആശംസിച്ച പോലെ ഞങ്ങളെ തിരിച്ചു ആശംസിക്കുക. ഇതെന്തുവാ, പ്രോഗ്രാം കിട്ടാനാണോ ഇപ്പൊ ആശംസിക്കേണ്ടത്? നല്ല കണ്ടന്റ് കിട്ടാനാണോ? പ്രോഗ്രാം കിട്ടാൻ. പ്രോഗ്രാം കിട്ടാനാ. പ്രോഗ്രാം കിട്ടിയാലേ ഇവിടെ കണ്ടന്റ് ഉള്ളൂ. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ പ്രോഗ്രാം കിട്ടണേ. അപ്പൊ ഏതായാലും നമ്മൾ ഇന്ന് കഴിഞ്ഞ കുറെ വ്ളോഗുകളൊക്കെ ആയിട്ട് നമ്മളത് പരാമർശിച്ചു പോയിരുന്നു, അച്ഛന്റെ ബ്രെഡ് ഉപ്പുമാവ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്, അയ്യോ അച്ഛന്റെ ബ്രെഡ് ഉപ്പുമാവ് പരീക്ഷിക്കണ്ടേ? നമ്മൾ ശരിയാണ്, താമസിക്കേണ്ട, നമുക്ക് ഉടനെ തന്നെ പരീക്ഷിക്കുക. എനിക്ക് ചില സമയം തോന്നാറുണ്ട്, നമ്മൾ ബ്രെഡ് ലോഫ് മേടിച്ച് കഴിയുമ്പോൾ ഏറ്റവും സങ്കടകരമാകുന്ന 2 കാര്യമുണ്ട്. ആർക്കും വേണ്ടത് രണ്ട് കുറ്റന്മാര്, കാരണം അവരുണ്ടെങ്കിൽ ഇത് സ്ട്രോങ് ആയിട്ട് ലോഫ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. പക്ഷെ അത് 2 ആർക്കും വേണ്ട. അപ്പൊ അതിന് കണ്ടുപിടിച്ചൊരു പണിയാണ് ബ്രെഡ് ഉപ്പുമാവ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ ആ ആദ്യത്തേതും അവസാനത്തേതും മാത്രം കൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്? അങ്ങനെയല്ല, ബ്രെഡ് നോർമലി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ശരിക്കും അത് രണ്ടും വിചാരിച്ച ആ 2 പീസ് മതിയെന്ന്. ബാക്കി ബ്രെഡ് താല്പര്യം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യും? ബാക്കി ബ്രെഡ് താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ശരിയാ, ബ്രെഡ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് പോലെ ഞങ്ങള് ഈ സ്കൂളിലും സ്കൂളിലും കോളേജിലും പോകുമ്പോ NCC ക്യാമ്പിന് പോകും. അപ്പം നോർമലി അവിടെ പൊറോട്ട, മുട്ട, അതാണ് നോർമൽ ഭക്ഷണം. പിന്നെ റോബസ്റ്റോ പഴം. അപ്പൊ ഞാൻ മുട്ട കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഏറ്റവും അധികം ജീവൻ നിലനിർത്താൻ സാധിച്ചത് ബ്രെഡിലാണ്. തുടങ്ങാം. അപ്പൊ അങ്ങനെ നമ്മൾ ബ്രെഡ് ഉപ്പുമാവിലേക്ക് കടക്കുന്നു. കാണാൻ ഇതിനാവശ്യമായ സാധനങ്ങൾ ആദ്യം പറയാം. ബ്രെഡിന്റെ 2 അറ്റം പൊട്ടി ഇറക്കി എടുക്ക അങ്ങോട്ട്. ഈ സാധനം മറക്കണ്ട, ഇത് സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ അയ്യോ, ഏറ്റവും കൂടുതൽ സമ്മാനം ഉണ്ടായിരിക്കും. എന്തെന്നാടോ, ഞാനിത് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാറുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള ഇതാണ്. കഴിക്കാൻ പാടില്ല, എനിക്ക് ജോലി ഉണ്ട്. അതുകൊണ്ട് അത് പറയാം. അതിന്റെ അറ്റത്തെ അടിയിലത്തെ കൊണ്ട് എടുക്കും. മറ്റേ പണ്ട് കോമഡിക്കകത്ത് കാണുന്ന പോലെ ചട്ടിയും കലമൊക്കെ ഇങ്ങനെ വെച്ചിട്ട്, ചേച്ചി ഇതിന് എത്ര രൂപയെന്ന് ചോദിച്ചിട്ട് ഏറ്റവും അടിയിലത്തെ ചട്ടി എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു വലിക്കുമ്പോൾ ബാക്കി ചട്ടി പോകുന്നുള്ളൂ. ഇതിന്റെ അടിയിൽ നിന്ന് ഞാനിത് മൊത്തം എടുക്കണം. ഇതും എടുക്കാൻ പറഞ്ഞു, എന്നോട് ഇതും എടുക്കാൻ പറഞ്ഞു. ബാക്കി ഇത്രയും ബ്രെഡ് ഞാൻ ഈ പാക്കറ്റിന് വെളിയിലാക്കണം, എന്നിട്ട് തിരിച്ച് പാക്കറ്റിലോട്ട് നിറയ്ക്കണം. പിന്നെ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണ്ടേ? ഇത് ഞാൻ പറഞ്ഞില്ലേ, മണി പ്ലാന്റ് ഇങ്ങനെ നമുക്ക് ഇതെന്നു പറയുമ്പോൾ ചെറിയ വർഷം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. അത് കൊതി വരും, വയറിളകും എന്നുള്ളത് ഉറപ്പാ. ചെയ്യെന്തെങ്കിലും ഞാൻ കഴിക്കും. അപ്പോ നമുക്കിത് ഒരു ചെറിയ പാത്രത്തിലോട്ട് ഒഴിക്കാം. പൊടിച്ചിടണേ. കൈ കൊണ്ട് ഇതാണ് 10 വിരലുള്ള മെഷീൻ. ഇതിലും വലിയ മെഷീൻ ലോകത്തിന് കണ്ടുപിടിച്ചിട്ട് വേണം എന്തൊക്കെ ചെയ്യാം. പൊടിച്ച ബ്രെഡ് വരുന്നുണ്ടോ? അത് ബ്രെഡ് ക്രംസേ കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ വ്ളോഗിൻ്റെ ഒരാൾ പറഞ്ഞു, ചേച്ചി ബ്രെഡ് കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ വെച്ചേ ബ്രെഡ് കൊണ്ട് കട്ട്ലറ്റോ? ഈ കട്ട്ലറ്റിൽ ഇങ്ങനെ അപ്പുറം ക്രംസ് വെക്കത്തില്ലേ? അത്ര വിവരമുണ്ട് അടുക്കളയെ പറ്റി. അയ്യോ, അത് ഷൂട്ട് ചെയ്യുന്ന ശരത്താ കേട്ടോ. ശരത്തിന്റെ കൂടെ ഉള്ള ആളെ പറഞ്ഞ കാണിച്ചു തരട്ടെ. അയ്യോ, അവനിതുവരെ കാണിച്ചിട്ടില്ലേ. വാ 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 വാ, ഈ മഹാനാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, ചേച്ചി ബ്രെഡ് കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഞാൻ പറയും ബ്രെഡ് ചിലപ്പോൾ ആയിരിക്കട്ടോ, എൻ്റെ വിവരക്കേടാന്ന്. അപ്പുറം ഇങ്ങനെ മുക്കിയിട്ട്. ഇന്നത്തെ ഗുണപാഠം എന്താണ്? ബ്രെഡ് ക്രംസ് കൊണ്ട് നമ്മൾ കട്ട്ലറ്റിന്റെ പുറം ഭാഗമാണ് നമ്മളിങ്ങനെ അങ്ങനെ ആക്കുന്നത്. ഓക്കെ, ഇന്ന് നീ ബ്രെഡ് ഉപ്പുമാവ് മരിക്കും, നോക്കിക്കോ. അവനെ കൊണ്ട് തീറ്റിക്കണം. ശിക്ഷയോ? ഇന്ന് നിങ്ങൾ കാണുന്നുണ്ട്, ഇത് കണ്ടോ? നമുക്ക് ഇങ്ങനെയാണിത് പൊടിച്ചെടുക്കല്ല, പിച്ചി കീറിയിടുക എന്ന് പറയും. ഇതിന് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇത്. പിച്ചി കീറുക
കീറ് 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 വേഗം 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 ആവട്ടെ. ഇട്ട് തരുവാ. ബാക്കി ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അത് ഇച്ചിരി കൂടെ ചെറുതാവും. ഇല്ല ആകും. ഇതിന് കട്ടിയുള്ളതുകൊണ്ട് അങ്ങനെ തോന്നുന്ന കണ്ടതേ. വായിക്കാത്തോടെ ഇട്ട് പൊടിക്കാനല്ല പറഞ്ഞത്. ഇതിനോട് വലിയ താല്പര്യമില്ലാത്തവർക്ക് ഇത്രയും ബ്രെഡും 2 ബ്രെഡും ധാരാളം ഉണ്ടാക്കിയാൽ മതിയാവും. അല്ല ശരിക്കും എന്താറിയോ, ഒരു 2 പേരൊക്കെ ഉള്ളെങ്കിൽ 2 ബ്രെഡ് മതി കേട്ടോ. ബാക്കി നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നുണ്ട്. കണ്ടാൽ ഓടുന്നവരുണ്ട് വെറുത്തിട്ട്. ഒന്നുമല്ല, ബ്രെഡ് സ്വീറ്റ് ബ്രെഡ് ഉണ്ട്. ശരിക്കും ബ്രെഡുകൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. സ്വീറ്റ് ഉണ്ട്, സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ട്, പിന്നെ വീറ്റ് ബ്രെഡ് ഉണ്ട്, മൾട്ടി ഗ്രെയിൻ ബ്രെഡ് ഉണ്ട്. അവർക്ക് അറിയാം. അപ്പൊ പിന്നെ അതുകൊണ്ട് ഓടുന്നൊക്കെ പറഞ്ഞോ മതി. ഇത്ര മതിയോ? ഇത് ഇങ്ങനെ പ്രേക്ഷകരെ കാണാം. ഇത് നോക്ക്, ഇത്രയും ചെറുതാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനാക്കി വെച്ചിരിക്കുന്നുണ്ടോ? അപ്പുണ്ണി ബ്രെഡ് കടിച്ചിടുന്ന പോലെ ഉണ്ട് ഇപ്പം. എല്ലാവർക്കും ഇങ്ങനെ ചെറുതായിട്ട് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ്, അറിയാമോ? നമ്മുടെ വീട്ടിലെ നായ്ക്കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോ കടിച്ചു പറിച്ചു. അവര് പാലിലും മുട്ടയിലൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. പാലും ബ്രെഡും പാല് മുക്കിയാണ് കുട്ടികള് പാലില് മുക്കിയിട്ടല്ല, പാലിൻ്റെ പൊക്കത്ത് ഒഴിച്ച് ഇങ്ങനെ ബ്രെഡ് വെച്ച് പാലും അതിൻ്റെ പൊക്കത്ത് ഒഴിച്ച് കൊടുക്കും. അപ്പം അവർ നല്ല രുചിയോടെ കഴിക്കും. ഓക്കെ. പനീർ വലിയ ഇഷ്ടമല്ലേ? പനീർ ഉപ്പുമാവല്ല ഉണ്ടാക്കുന്നത്. പനീർ എന്ന് പറഞ്ഞപ്പോഴാ, പനീർ കൊണ്ട് നമുക്ക് ബുർജി ഉണ്ടാക്കാം. പനീർ ബുർജി കേട്ടോ, അടുത്ത റെസിപ്പിയാണേ. അത് നല്ലതാണ്. ഞങ്ങളൊരു ഹോട്ടലിൽ പോയപ്പോൾ കഴിച്ചത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരാഴ്ചത്തേക്ക് ഇവിടെ സ്വസ്ഥത ഉണ്ടാവില്ല, പനീർ ബുർജി മാത്രമേ. ഇല്ല, ചെറുതായിട്ടുണ്ട്. കൊതിക്കൂടെ എൻ്റെ പനീർ ബുർജി കഴിക്കാൻ. ശരി, ഓക്കെ. ഇത് നമ്മൾ ഒരു മീഡിയം കഷ്ണത്തിൽ എടുത്തിട്ടുണ്ട്. തൽക്കാലം എന്താ പറയുക, നമുക്കിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓവറായിട്ടൊക്കെ എടുത്താൽ മതി. ഇതിപ്പം കുറച്ച് പേരെ ഇവിടെ കഴിക്കുള്ളൂ. ഇതിപ്പം ഇതിന് നമ്മളൊരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട്, ഒരു പകുതി തക്കാളി എടുത്തു, ഒരു ഒറ്റ പച്ചമുളക് എടുത്തു, കറിവേപ്പില, ഒരു ഇച്ചിരി മല്ലിയില. ഓക്കെ. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് ഈ പ്രോട്ടീൻ? അവിടെ വയ്ക്കും എടുക്കരുത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി മിണ്ടി അടിയാണ്. നമ്മളങ്ങനെ ഗ്യാസ് കത്തിച്ചു. ആ തടിയുടെ തവി എടുക്കൂ. അതിന് നമുക്ക് ഒരു മേമ്പൊടിക്കായിട്ട് നമുക്ക് ഇച്ചിരി നെയ്യിൽ കടുക് വറക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് ഇവിടെ കാണുന്നില്ല തടിയുടെ. ഓക്കെ. 2 സ്പൂൺ നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം കടുക്. നമ്മുടെ മസാല ഡബ്ബയിൽ നിന്നും കടുകിനെ നമ്മൾ പുറത്തെടുക്കും. ഓക്കെ. ലിറ്റിൽ കടുക് വറ. ഓക്കെ. കടുവറ. അതിനകത്തുനിന്ന് മുളകെടുക്കുക, പിരിയൻ മുളക്. ഫ്രിഡ്ജിലല്ല, അവിടെ അതിൻ്റെ അകത്ത്. ആ, ഇത് താഴത്ത്. അത് തന്നെ. നെയ്യാന്ന് കുറച്ച് താമസമുണ്ട്. കടുക് പൊട്ടട്ടെ. നെറ്റ് കളയണം, അല്ലേ ചിലപ്പോൾ പൊട്ടും. നെട്ടില്ല വട്ടയില. കമന്റ് ചെയ്യൂ. എന്താ കുഴപ്പം? നെട്ടില്ല വട്ടയില പപ്പടം. നെട്ടയില്ല വട്ടയില്ല പപ്പടം എന്താന്ന് പറയുന്നു. അതാ പൊട്ടി. അപ്പം ഗ്യാസ് നമ്മൾ ഫ്ലെയിം കുറച്ചു. നമ്മൾ ഈ മുളകിട്ടു. ഓക്കെ. 2 ലിറ്റിൽ ലീവ്സ് ഓഫ് കറി ലീവ്സ് അതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സവോളയും ആ പച്ചമുളകും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഓക്കെ. വെരി നൈസ് സ്മെൽ. ഈ നെയ്ക്കകത്തത് വറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി സോൾട്ട് വേണം. സോൾട്ട് ലിറ്റിൽ സോൾട്ട്. ഇത് വേണമെങ്കിൽ നമുക്കൊരു 4 മണി പലഹാരം പോലെയൊക്കെ കഴിക്കാം കേട്ടോ. നമ്മൾ വലിയ പാടൊന്നുമില്ലല്ലോ. എടുക്കുക, പൊടിക്കുക, അത്ര തന്നെ. സോട്ട് ചെയ്ത് നല്ലതൊരു ബ്രൗണിഷ് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഒരു ജസ്റ്റ് പകുതി തക്കാളിയേ ഉള്ളൂ കേട്ടോ. ഒത്തിരി തക്കാളി ഇങ്ങനെ കുഴകുഴാന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഇതിനകത്ത് ഒഴിക്കുകയോ അരുത് കേട്ടോ. വെള്ളം വേണ്ട നമുക്ക്. നമുക്ക് ഒരു മീൻ പൊടിക്ക് കുറച്ച്
പ്രോട്ടീൻ. കമ്മൽ ഉള്ള ഉള്ളിയൊക്കെ കൂടെ കുറച്ച് കുറച്ച് കപ്പലണ്ടി ഇട്ടു. വേണമെങ്കിൽ ഇതിൻ്റെ അത് എന്ത് വേണേ ഇടാം കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. എന്തെന്നാ പറയണ്ടേ, കിസ്മിസ് വേണ്ട, മധുരം വേണ്ട. മധുരം ഇതിലിട്ടല്ലേ, കാരണം ബ്രെഡിന് ഓൾറെഡി ഇച്ചിരി മധുരം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതിട്ടതിന് ശേഷം നമുക്ക് ശരത്ത് തുമ്മോട് തുമ്മ്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിന്റെ ഡിസൈൻ എന്ത് ഭംഗിയാ നോക്ക്. പിന്നെ ഭയങ്കര ഭംഗിയാണ്. എല്ലാവരും തുമ്മുവാണ്, എല്ലാവരും തുമ്മോട് തുമ്മൽസ്. വെരി നൈസ്. നല്ല ഭംഗിയായിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, ഒരു 2 മിനിറ്റ് ചൂടായി. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ പരിപാടി. കണ്ടോ, ഇപ്പം അത്യാവശ്യത്തിനുള്ള വെജിറ്റബിളും ഉണ്ട്, വലിയ മെനക്കെടുമില്ല. എന്നാൽ പാവം ആ 2 ബ്രെഡിന് ശാപമോട്ടം കിട്ടും. ഇത് വേണമെങ്കിൽ സോസ് ഉപയോഗിച്ച് കഴിക്കാം, കറി വേണമെങ്കിൽ കറി വേണമെങ്കിൽ കറി ഉപയോഗിച്ച് കഴിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ വെറുതെ കഴിക്കാം. ഒരു മേമ്പൊടിക്ക് 2 മല്ലിയിലയും കൂടെ ഒന്ന് കൊത്തിപ്പറക്കി ഇട്ടേക്കാം. റെഡി. ഉപ്പും വേണ്ട, ഇത്ര ഉള്ളു. എത്ര സമയം എടുത്തു? 5 മിനിറ്റോ? 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രെഡ് ഉപ്പുമാവ്. ഇതുണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ തുമ്മൽ പിടിച്ചു വെക്കാൻ വല്ലപ്പാട്. അതെന്താ? അത് വല്ലപ്പോഴും അടുക്കള കയറണം, അതുകൊണ്ടാണ്. ഓ എനിക്ക് വരുന്നുണ്ടല്ലോ. എന്തുവാ? പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തു, ഇത്രേ ഉള്ളൂ. നന്നായി കുറച്ചുണ്ടാക്കിയുള്ളൂ. ബ്രെഡ് ഉപ്പുമാവ് കാണോ, വളരെ സ്വാദിഷ്ടമായ, ആരോഗ്യപൂർണമായ, വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന 2 പാവം ശാപമോക്ഷം കിട്ടുന്ന ബ്രെഡുകളുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവും. അത് കളയരുത്. കഴിച്ചു നോക്കി. ഇനി കപ്പലണ്ടി ഉള്ള പോർഷൻ എടുക്കുവാണേ. ഓ അതെനിക്കറിയാം, അതേ എടുക്കുള്ളൂ. കാര്യം എന്താ അറിയാമോ? വാ പൊള്ളരുത്. അതെ, വേറെ എന്തെങ്കിലും തോൽവി ഉണ്ടെങ്കിൽ കപ്പലണ്ടിയുടെ ടേസ്റ്റിൽ മാഞ്ഞു വെക്കുള്ളൂ. അല്ല അല്ലല്ലേ? അതാ പറഞ്ഞേ, നല്ല ടേസ്റ്റാണ്. ഞങ്ങള് വീട്ടില് അല്ല, ഞാൻ പറഞ്ഞേ, അച്ഛൻ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു ഡിഷായിരുന്നു ഇത്. മധുരമുണ്ട് കുറച്ച്. സ്വീറ്റ് ബ്രെഡ് ആകുമ്പോഴത്തേക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി മുളക് ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇച്ചിരി എരിവ് കിട്ടും. നല്ല ടേസ്റ്റുള്ള. എനിക്ക് താടോ എന്റെ വയലുള്ളൂ. പിടിച്ചു വരുന്നതും കൂടെ കുറച്ച് ടേസ്റ്റ് ചെയ്യണം. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ അല്ല, നിങ്ങൾ ഇതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും റെസിപ്പീസ് വേറെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കുക. എന്നിട്ട് നിങ്ങളുടെ പേര് വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അതെങ്ങനെ ഉണ്ടാവും? എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ, അവരെ വിളിച്ചത് കഴിപ്പിച്ചാലോ? അവരെ വിളിച്ചിട്ട് അങ്ങനെ കഴിപ്പിക്കുന്നത്? അവരെ എവിടെയെങ്കിലും വിളിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കഴിപ്പിച്ചാൽ അവരെ അനുഭവിക്കിട്ടുന്നു. അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ഒരു ചെറിയ സജഷനാണ്. നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്യുക. നിങ്ങളുടെ പേര് വെച്ച് ഞങ്ങൾ ആ വീഡിയോ ഫുഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ പേരിൽ ആ ഫുഡ് പ്രശസ്തരാവട്ടെ. കാരണം നമ്മൾ ഇതുപോലെ ഒരുപാട് ഈ ഇൻസ്റ്റഗ്രാം വ്ളോഗ്സ് ഒക്കെ കണ്ട് ഇൻസ്പയർഡ് ആവാറുണ്ട് കേട്ടോ. ഒത്തിരി ചെറിയ ക്വിക്ക് റെസിപ്പീസ് ഒക്കെ നമ്മളും കാണാറുണ്ട്, ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ്റെ
പ്രിപ്പറേഷനിൽ നിന്ന് ഞാൻ ഇൻസ്പയർഡ് ആയതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ നുണുക്ക് റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി അറിയിക്കുക. നമ്മൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കും, ടെലികാസ്റ്റും ചെയ്യും. ഓക്കെ, അപ്പം ആരോഗ്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടുള്ളൊരു വർഷമാകട്ടെ. ആരോഗ്യം ശ്രദ്ധിക്കുക. കോവിഡൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴും പേഴ്സണൽ ഹൈജീൻ, പബ്ലിക് ഹൈജീൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും മറ്റു കണ്ടന്റുകളുമൊക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരും. ബൈ ബൈ. ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നത്തെ കാര്യം പോക്കാം. അയ്യോ, കാലിയായി തീർന്നു.